തൻ്റെ സ്വന്തം പുത്രനെ കാൽവറിയിലെ കുരിശിൽ യാഗമായി നൽകി എന്നുള്ളതാണ് ദൈവപുത്രനെ, ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള പ്രധാന കാരണം. ഇന്ന് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ഈ സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വം കാക്കുന്ന നാഥ, ഞങ്ങളുടെ ആത്മാവിലെരിയുന്ന തീ അവിടുന്ന് അണയ്ക്കണമേ. അവിടുത്തെ ആത്മചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഇടയൻ കൈവിട്ടുപോയ കുഞ്ഞാടുകളാണ് ഞങ്ങൾ. ശരിയായ പാതകളിൽ അടിയങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യഗാനം നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും വരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും വരം. അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീരന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതി, ധന്യമായി തീരട്ടെ നിൻ വീതി. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന